5 പേരും ഇന്ത്യക്ക് പുറത്ത് പണിയെടുക്കുന്നവരാണ്. അവിടെ നല്ലതുപോലെ ഉഴച്ച് സമ്പാദിച്ച് പണം കൊണ്ടുവന്ന് സ്വന്തം രാജ്യത്ത് പുതിയൊരു സമ്പ്രദായം, അതും ടൂറിസം വളർത്തുന്നതിന് വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്നെ ഈ പരിപാടിയിലേക്ക്. പിന്നെ ഞങ്ങൾ മേഖലയെ കൂടി സംസാരിക്കാത്തത് ശരിക്കും വെക്കേസ്റ്റേ ആണോ വെക്കാസ്റ്റേ ആണോ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾ. പക്ഷേ എനിവേ ഇറ്റ്സ് എ നൈസ് കോൺസെപ്റ്റ്. നമസ്കാരം. സ്വാമി, ഭാവന, സെൻസേഷൻ, എല്ലാവരും നമസ്കാരം. ജനശേഷം ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ്, നമ്മുടെ മാമഭാഗം, ഉമ്മ, അമ്മ, എല്ലാവർക്കും പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. വെക്കാസ്റ്റേ പുതിയ കോൺസെപ്റ്റാണ്, പക്ഷേ ഇതിനോട് തുല്യമായ കോൺസെപ്റ്റ് നമുക്ക് ഇതിന് വേണ്ടി പല ഹോളിഡേയ്സ് അല്ല, ഏതാണ്ട് മഹീന്ദ്ര ഹോളിഡേയ്സ്, ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു പദ്ധതിയാണെങ്കിലും അതൊക്കെ 20 വർഷം 25 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന സോളിഡ് പാക്കേജസ് ആണ്. തുടക്കം തന്നെ 2 lakhs, 5 lakhs, ഓരോ റേഞ്ചിനും ഓരോ പാക്കേജിനും ഓരോ ഘനമുണ്ട്. അതനുസരിച്ച് ഇത് 22 വർഷം 24 വർഷം മുമ്പുള്ള ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ട് അതിൻ്റെ പണം നൽകി ഭാഗമാക്കാൻ കഴിഞ്ഞ ഒരു സിനിമാ താരം എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവച്ചതാണ്. പക്ഷെ ഇന്ന് ടൂറിസത്തിന്റെ ഒരു സ്കേപ്പിംഗ് എന്ന് പറയുന്നത് അട്ടപ്പടലം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇത് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് വിഭാവനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപക്ഷെ കണ്ടുമടുത്തു പോകും. ഇപ്പൊ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ടൂറിസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുമരകം, കോവളം, വർക്കല, അതുപോലെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബേക്കൽ, ഇങ്ങനെ കുറെ മോഡ്യൂൾസ്. പക്ഷെ ആ മോഡ്യൂൾസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പുതിയൊരു സമ്പ്രദായം രൂപവൽക്കരിച്ച് അതിൻ്റെ ശക്തമായ ഒരു നടത്തിപ്പിന്റെ പ്രയാണത്തിലാണ് ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏർപ്പെട്ടിട്ടുള്ളത്. ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് ടൂറിസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തമ ശൃംഖത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ബീച്ചസ് അവരുടെ ഒരു ട്രജക്ടറിയിൽ ഉണ്ടാവും, പക്ഷെ അവരുടെ പ്രൊജക്ഷൻസിൽ ഉണ്ടാവില്ല. എന്താണ് ഗോവയിൽ ബീച്ചസ് അല്ലാതെ പുതിയ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നത്? ഇതൊരു പക്ഷേ വർഷങ്ങളായിട്ട് നമുക്ക് ഇൻബൗണ്ട് ടൂറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഈ മാപ്പിൽ ഏറ്റവും ഉയരങ്ങളിൽ നിന്നാണ്. കോവിഡിന് ഒരു പക്ഷേ കീഴ്പ്പെട്ട് നമുക്കൊരു വീഴ്ച ഉണ്ടായെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യഗ്രതയോടെ വളരെ വേഗത്തിൽ പാഞ്ഞ് മുന്നിലേക്ക് വരുന്നതാണ്. പുതിയ കോമ്പറ്റീറ്റേഴ്സും ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. ടർക്കി പോലെയുള്ള, തായ്ലൻഡ്, അവരുടെ ബാങ്കോക്ക് ടൂറിസം ഒക്കെ സ്കെയിൽ അപ്പ് ചെയ്യുന്നു. ഈ പറയുന്ന പുതിയ പ്രോപ്പർട്ടീസ്, സ്വഭാവ സവിശേഷതകൾ ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷൻസിൽ പോലും പുതിയ സ്വഭാവ സവിശേഷതകൾ ചേർക്കുന്നു. ഹോം സ്റ്റേസ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം വന്നിരിക്കുന്നു. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അത് ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. അതും ശക്തമായിട്ട് നീങ്ങുകയാണ്. നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഉള്ള സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ്,
നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷന് വേണ്ടി കേരളത്തിൽ നിന്നാണ് അതിനുവേണ്ടി വോട്ട് ചെയ്യും. അപ്പൊ ഇത് പരക്കെ ഇങ്ങനെ എന്തുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ അതുപോലെ ഒരാൾ സൂചിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഡെസ്റ്റിനേഷന്റെ മഹത്വം വളരെ വിപുലമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിന്റെ ടൂറിസത്തിന്റെ ഗ്രോത്തിന് അത് വലുതായിട്ട് സഹായിക്കും. പരസ്യം 5-10 കോടി കൊടുത്ത് ഞങ്ങളെ പോലുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ പരസ്യക്കാർ നിങ്ങൾ തന്നെയായി മാറുന്ന ഒരു പുതിയ കാഴ്ച. അതാണ് വോട്ട് ഫോർ യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെയുള്ള ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. മുദ്രാ ലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെ ആക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അഭികാമ്യത കൂടിയ ഡെസ്റ്റിനേഷനുകളിൽ കൺജഷൻ സ്കാറ്റർ ചെയ്ത് പുതിയ ഡെസ്റ്റിനേഷൻസ് കണ്ടെത്തുക. അവിടെ ഒക്കെ ഇനി മാരിയറ്റിന്റെയും ഹയത്തിന്റെയും ഹോട്ടൽ വരണമെങ്കിൽ കാലങ്ങളെടുക്കും. ഇതൊന്നുമല്ലാതെ വെള്ളത്തിന്റെ ശുദ്ധജലം അത് കുളിക്കാനും കഴുകാനും കുടിക്കാനുമായ അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം ഒരു ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡെസ്റ്റിനേഷൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്ന ആ സ്കേപ്പ് പൊളിച്ചുകൊണ്ട് പുതിയ ആനന്ദം ടൂറിസത്തിന്റെ പേരിൽ പുതിയ ആനന്ദത്തിനുള്ള കോപ്പ് നമുക്ക് നൽകാൻ സാധിക്കും. മുദ്രാ ലോൺ വഴി ഹോം സ്റ്റേസിനുള്ള പുതിയ ഈ രംഗത്ത് ഒരുപക്ഷെ കേറ്ററിംഗ് പാസ്സായി വരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർക്ക് ഹോം സ്റ്റേസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് പങ്കാളികളാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഞാൻ സത്യത്തിൽ അതുപോലെ ഒരു സമ്പ്രദായമായിട്ടാണ് ഈ 5 ചെറുപ്പക്കാരുടെ ഈ വെക്കാസ്റ്റേ കാണുന്നത്. ഇതും ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് വന്നിരിക്കുന്നത്. 5 പേരും ഇന്ത്യക്ക് പുറത്ത് പണിയെടുക്കുന്നവരാണ്. അവിടെ നല്ലതുപോലെ ഉഴച്ച് സമ്പാദിച്ച് പണം കൊണ്ടുവന്ന സ്വന്തം രാജ്യത്ത് പുതിയൊരു സമ്പ്രദായം ടൂറിസം വളർത്തുന്നതിന് വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ. ഇതുപോലെയുള്ള പുതിയ ഇൻവെസ്റ്റേഴ്സ് വേണം, പുതിയ ടൂറിസം അനുഭവം നമുക്ക് സമ്മാനിക്കാൻ സാധിക്കണം. വെക്കാസ്റ്റേക്ക് ഇന്ത്യൻ ടൂറിസത്തിന് ഒരുപാട് തിളക്കമേറ്റാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. വെക്കാസ്റ്റേ should be here to stay. ഈ പറയുന്ന ഞാൻ പറഞ്ഞ എല്ലാം ഞാൻ ബുള്ളറ്റ് പോയിന്റ്സ് പോലെ പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഡിസ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ മിക്കവാറും എല്ലാവർക്കും മനസ്സിലാകാൻ പാകത്തിൽ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ 15 ടൂറിസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് കൂടിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രോജക്ട്സ് സാധ്യമാക്കി എടുക്കുന്നതിന് ഞങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് മാത്രമാണ് കേന്ദ്രമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അതിനുള്ള കെൽപ്പുള്ളൂ. ഇത് കണ്ടെത്തി എനിക്കിത് താല്പര്യമുണ്ടെന്ന് അറിയിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്ന പ്രോജക്ട്സിൽ മാത്രമേ ഞങ്ങൾക്ക് കയ്യോ തലയോ കടത്താൻ സാധിക്കൂ. അങ്ങനെ സൂചിപ്പിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ സ്കീമിനകത്ത് പെടുന്ന 2 പ്രോജക്റ്റുകളാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന്റെ DPR അതിന്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് എല്ലാം വന്നു കഴിഞ്ഞു, അംഗീകരിച്ചു കഴിഞ്ഞു. 150+ crore 2 പ്രോജക്ട്സ് ആണ് കേരളത്തിലെ വടകരയിലെ സർഗാലയവും കൊല്ലത്തെ അഷ്ടമുടിയിലെ എക്കോ ടൂറിസവും. ഒരുപാട് നാളുകൾക്ക് ശേഷം സുരേഷന്റെ കൂടെ ഒരു പ്രോഗ്രാമിന് വരികയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. സുരേഷന്റെ പിന്നെ മോളുടെ കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, എനിക്ക് ഷൂട്ടിലായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ മേഖലയെ കൂടി സംസാരിക്കാറുണ്ട്. ശരിക്കും വെക്കേസ്റ്റേ ആണോ വെക്കാസ്റ്റേ ആണോ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾ. പക്ഷേ ഇറ്റ്സ് എ നൈസ് കോൺസെപ്റ്റ്. നമ്മളെല്ലാവരും ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബിസി ആയിട്ടുള്ള ജീവിതത്തിലുള്ള ആൾക്കാരാണ്. സോ ഒരു ഡബിൾ നൈൻ പാക്കേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജാണ്, വെരി അട്രാക്റ്റീവ്. സോ ഇത് 3 വർഷത്തിൽ 3 സ്റ്റേ ആണ്. അതും ഇവർക്ക് ഒരുപാട് പ്രോജക്ട്സ് ഓൺഗോയിങ് ആണ്, ഓൾറെഡി തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലാം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആണ്. സോ തീർച്ചയായിട്ടും
നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു എക്സ്പ്ലോറിങ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊരു അവസരം ഉണ്ടാക്കി. ഇപ്പോൾ കുറേ ഒത്തൻറ്റിക് ആയിട്ട് സുരേഷിനെ സംസാരിച്ചു, നമ്മുടെ ടൂറിസം പറ്റി, നമ്മുടെ രാജ്യത്തിന് വേണ്ട ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സോ അതുപോലെ തന്നെ ഇതൊരു വലിയ ഒരു മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വെക്കാസ്റ്റയുടെ എല്ലാ ആൾക്കാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇതൊരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ ഇങ്ങനെ ഒരു ഇവന്റിന് എനിക്ക് വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ചിന്താമണിയിൽ നായകനാണെന്നേ ഉള്ളൂ, ഞങ്ങൾ നമ്മൾ കാണുന്നില്ല. ചിന്താമണി കൊലക്കേസല്ലേ വായിച്ചു. അതെ അതെ നമ്മള് ഷൂട്ട് ലൊക്കേഷനിൽ ഒരുമിച്ചുണ്ടായിരുന്ന കോമ്പിനേഷനും ഒന്നും ഉണ്ടായിരുന്നല്ലോ, നമുക്കൊന്നും ഇല്ല. ചിന്താമണി LK എന്ന സിക്വൽ വരുമ്പോൾ ഒരു വിഷമം അതിനകത്ത് മണ്ണടിഞ്ഞു പോയത് കൊണ്ട് ഇനിയിപ്പം ഭാവനയ്ക്ക് വരാനൊക്കത്തില്ല എന്നുള്ളതാണ് അല്ലേ? നമുക്ക് അന്നുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു അനിയത്തിയാണെന്നൊക്കെ പറയട്ടെ. പക്ഷെ അന്നേരം DNA ഒക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ? മെയിൻലി ഉദ്ദേശിച്ചത് ആ ഒരു ലെജൻഡറി ക്യാരക്ടർ ആയ ലെഗസി ഇപ്പോഴും നമ്മുടെ കമ്മീഷണർ പോകാതെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. അതെല്ലാം താങ്ക് യു ഭാവന. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരും സുഹൃത്തുകൂടിയായ കേന്ദ്രമന്ത്രി ശ്രീ ഗോപി, ഈ ഭാവന, മറ്റ് വെക്കേസ്റ്റയുടെ പ്രൊമോട്ടർമാരെ, മറ്റ് സുഹൃത്തുക്കൾ, വളരെ സന്തോഷമുണ്ട് ഈ പുതിയ വെക്കേസ്റ്റെ ലോഞ്ചിൽ പങ്കെടുക്കാൻ സാധിച്ചത്. തീർച്ചയായും ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Ladies and gentlemen, ഭാവന ഒരു സംശയം പറഞ്ഞിരുന്നത് വെക്കാസ്റ്റിയാണോ വെക്കേസ്റ്റിയാണോ. I think it is vacation stay, but it sounds when you say vacasti, you know, rather than saying vacasti, it will be better if we say vacasti. So we decided to call it as vacasti. Anyway, I'm a person, ഞാൻ കുറേ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ്. അത് പൈസ കൊടുക്കാത്തത് കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കാരണം പട്ടാളത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും എത്തിപ്പെടാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. When you travel and enjoy your vacations, that's the time your BP becomes normal. You're in a different positive vibe. You don't think anything negative. You're just enjoying. So this youngsters, this venture, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. പലപ്പോഴും എന്താ ചെയ്യാൻ വെച്ചാൽ ഇതുപോലെ മെമ്പർഷിപ്പ് എടുക്കും. ബട്ട് ദെൻ ബിക്കോസ് ഓഫ് ദ ബിസി ഷെഡ്യൂൾ ഓഫ് അവർ ലൈഫ് നമുക്ക് പലപ്പോഴും പോകാൻ പറ്റാതെയാണ്. പക്ഷേ എങ്കിലും ഐ ആം റെഡി ടു ടേക്ക് ദ മെമ്പർഷിപ്പ് സിൻസ് നിഖില ഹാപ്പൻ ടു ബി ദ ബ്രാൻഡ് അംബാസിഡർ. ഐ തിങ്ക് യു ആർ ദ ബ്രാൻഡ് അംബാസിഡർ. ഫസ്റ്റ് is legacy. So let me be the second legacy to take the membership, and I will just follow her. And I wish all the best to the entire team, and it's a positive thing. And since our Minister for the Tourism is also here, so for the next 5 years, you should take the complete support from him. So anyway, wish you all the best. Thank you so much. God bless you all. Jai Hind. വക്കാസ്റ്റേ എന്നാണ് ഇവിടെ പറഞ്ഞതെങ്കിലും മുതലാളിമാരുടെ ആഗ്രഹം അത് വെക്കേസ്റ്റേ എന്നുള്ളതായിരുന്നു. അപ്പോൾ വെക്കേസ്റ്റേ എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമുക്ക് ബിസി ലൈഫിൽ നമുക്ക് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സമയങ്ങളിലൊക്കെ യാത്ര നമ്മളെ എനർജൈസ് ചെയ്യും, നമ്മളെ റിഫ്രഷ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് ഈ ബഡ്ജറ്റിൻ്റെ പ്രശ്നം. ഫാമിലിയിലൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4 പേര് പോവുക അല്ലെങ്കിൽ ട്രിപ്പ് പോവുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ചിലവ്, ഒരു വർഷത്തിൽ ഇത്രയും പൈസ ചിലവാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്താണ് വെക്കേസ്റ്റേ ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത്, ലോഞ്ചിങ് ഓഫർ എന്നുള്ള രീതിയിൽ 999 rupees എന്നാണ് ഈ സ്റ്റേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. ഇതിൽ 3 വർഷത്തിൽ 9 സ്റ്റേ ആണ്. അത് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 3 വർഷത്തിൽ 9 സ്റ്റേ ആണെങ്കിൽ ഒരു വർഷത്തിൽ 3 സ്റ്റേ എടുക്കാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ വെക്കേസ്റ്റേ ഇത് നമുക്ക് ഈ അവെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ആപ്പ് ഉണ്ട്. ആപ്പ് ത്രൂ അവെയിൽ ചെയ്യാൻ പറ്റും.
അപ്പം അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് വളരെ ഫ്രണ്ട്ലി, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇതാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇനി ഇത് എടുക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ഓഫർ ഉള്ള സ്ഥിതിക്ക് ഇത് ഒരുപാട് പേര് ഞാൻ ചോദിച്ചു നേരത്തെ, ഇത് Airbnb-ലോ അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പിലൊന്നും ഇടുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ സ്റ്റേ ഓൾറെഡി ഒരുപാട് പേര് എടുക്കും, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ആപ്പ് ഡെവലപ്പ് ചെയ്ത് ഇതുപോലൊരു ലോഞ്ച് നടത്തി ഒരു 5 പേര് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷിന്റെ നേരത്തെ പറഞ്ഞ ടൂറിസത്തിന് വേണ്ടിയിട്ട് പുറത്ത് വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. അപ്പം ഇവർക്ക് എല്ലാവിധ ആശംസകളും